കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ക്ഷേത്രത്തിലെ പെരുവണ്ണാൻ സ്ഥാനികൻ ശ്രീ അരുൺ പെരുവണ്ണാൻ നമ്മോട് പറയുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ മുഴുവൻ ആളുകളും വീഡിയോ അവസാനം വരെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വണ്ണാരനിലത്ത് നമ്മളൊരു കലശം കഴിക്കും. ഭഗവതീൻ്റെ ഒരു ഇതേ ഭഗവതിൻ്റെ മണത്തണക്കാളിയുടെ കലശമാണ്. അത് ഇതിലുള്ള ഒരു ആരൂഢം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ എട്ടുകൂട്ടം ഭഗവതി എന്ന് പറയും പൊയ്യേക്കല്ലറ പറയും. അത് ഈ അടക്കാത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടക്കാത്തോട് വനത്തിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം. അപ്പോൾ ഈ ഭഗവതി ആടുന്നാണ് വരുന്നത്. ഇപ്പോൾ ഇല്ലത് പണ്ട് കാലത്ത് അങ്ങനെ കലശം അവിടുന്ന് കെട്ടി വരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അറിവിലില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ മുൻ തലമുറകൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ആഴവത്തുംചാൽ എന്ന സ്ഥലമുണ്ട്, മണത്തണ തൊട്ടിപ്പുറത്തായിട്ട്. ആഴവത്തുംചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വലിയൊരു വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനം. പണ്ടത്തെ ഒരു കല്ലുണ്ട്, അതിനിപ്പോൾ വേറെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു കുടുവതി എന്നാണ് പറയുക, ബണ്ണാരെടുക്കുന്ന അവരൊരാളെ ഒരു സ്ഥലത്താണ് ആ സ്ഥാനമില്ലത്. അവരതിന് സംരക്ഷിക്കും. വർഷത്തിലൊരു പ്രാവശ്യം മാത്രമല്ലേ അവിടെ ചടങ്ങില്ല. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ് കലശം കെട്ടിയിട്ട് നമ്മൾ കരിമനക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഒരു 2-3 സ്ഥലമുണ്ട്. ഒരു മണത്തണത്തിന് എത്തുന്ന കുളങ്ങരയത്തിന് തൊട്ടിപ്പുറത്ത് മാരങ്ങോത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറണം. അത് അവരെ തറവാട്ടുകാർ പണ്ട് കാലത്ത് ഈ അമ്പലമായിട്ട് എന്തുള്ള ബന്ധമുണ്ട്, അവർക്ക് എന്തോ സ്ഥാനം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ പണ്ട് കാലം കുറേ ആൾ പാലായനം ചെയ്ത് പോയിട്ടുണ്ടല്ലോ, അങ്ങനെ അവർ പോയി. പക്ഷേ ഈ അവർ പ്രശ്നമെല്ലാം വെച്ചാൽ അവരെ കുടുംബങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഈ ബണ്ണാരനിൽ നിന്ന് അവർ കുറച്ച് ആൾക്കാർ, ഒരു 10-50 ആൾക്കാരോളം അവരവിടെ വരുത്തുന്നുണ്ട്. അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവരെത്തലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരെ കണ്ട് നേരെ കുളങ്ങരയത്ത് പോകും. കുളങ്ങരയത്ത് പോയാൽ ഒന്നാം കുളങ്ങരയത്ത് ഒരാളുണ്ടാവും. അവിടെ ഭഗവതി ഒരു വിളിച്ചറിയിക്കലും ഒരു ചടങ്ങലുണ്ട്. ആ ഭഗവതിയായിട്ട് കൂടിക്കാണുന്നു. ഈ 8 കൂട്ടം ഭഗവതിമാരൊരു എന്താ പറയുക സംഗമ സ്ഥലം എന്ന് പറയാം. കുളങ്ങരയത്ത് പടിപ്പുര എന്ന് പറയും. അപ്പോൾ ആ പടിപ്പുര പള്ളിയറ അവിടെ പോയിട്ട് ഭഗവതി ആദ്യം ഈ നഗല് കായ്ക്കുന്ന ഒരു മൺമറഞ്ഞു പോയ ഒരു ഇവരെ, അതായത് ഇപ്പോൾ ഒരാളുടെ നാനാറയെ എന്നാണ് വിളിക്കുക ഭഗവതി. അപ്പോൾ അവരോട് അത് നഗല്, അപ്പോൾ അവർക്ക് അത്രയും സ്ഥാനം ഉണ്ട് അവിടെ അമ്പലത്തിൽ. അപ്പോൾ അതിനെ വിളിച്ച് പറഞ്ഞ് ഭഗവതിയും അപ്പോൾ എല്ലാം ഒരുമിച്ച് നിൽക്കുന്നൊരു സംഭവം. അവിടെ ഒരു കുട്ടി ഒരു പ്രസവിച്ചാലും മരിച്ചാലും ആ ഭഗവതി കിടക്കം പോലെയാണ്. അവിടെ ജനിച്ചാലും മരിച്ചാലും കലശം കഴിക്കില്ല. അവിടെ ഒരു ഭഗവതിക്കും പോലെയാണ്. അവിടെ ഒരു കുട്ടി ജനിച്ചാൽ ബാലായ്മയാണ്. അതുകൊണ്ട് ഈ ബാലായ്മയും പോലെയും തീരുന്ന എപ്പോഴാണ് അതിന് ശേഷമാണ് അവിടെ ചെയ്യുക. അപ്പോൾ ഈ ഊരാളിന് ഭഗവതി പോയി. അപ്പോൾ ഇവർ കാത്തു നോക്കും. ഭഗവതി എത്തുന്ന സമയത്ത് ഊരാളുണ്ടാവും. അവരെ തറവാട്ടിൽ എല്ലാവരും ഉണ്ടാവും അന്നത്തെ ദിവസം. അവരെ ബന്ധുക്കളും അന്നത്തെ ആൾക്കാർക്ക് എത്രയൊക്കെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവർക്കെല്ലാം ബന്ധം അന്നവിടെ എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ കൽപ്പന പറയണമെന്ന് ഭഗവതി ആദ്യം ഊരാളിനോട് പറയണം. എന്നിട്ട് അവർക്ക് ഈ ഭഗവതിയാണ് കൊടയെടുത്ത് കൊടുക്കും. ഒരാളുടെ അടുത്ത് അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവരെ വിട്ടേക്കലാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദ്യം ഒരാൾ. അന്നേരം അവർ നേരെ ഗോപുരത്തിലേക്ക് പോകും. ആദ്യം ഒരാൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്, പുത്തില്ലെന്ന് പറയുന്ന സ്ഥലം, കരിയാടൻ വീട് എന്ന് പറയും. അവിടെ പോകും. അവിടെ അവരെ തറവാട്ടുകാരും കാര്യങ്ങൾ പോകും. അവിടെ നിന്ന് ഭഗവതിനെ കൂടിക്കൊണ്ട് അവരെ തറവാട് കുടുംബത്തിൽ അവരെല്ലാം അവരെ ഈ കരിയാടൻ വീട്ടിൽ അവരെ ബന്ധുക്കളും ആ സൈഡിൽ ആ വീടും അതിൻ്റെ പരിസരമില്ല എല്ലാവരും ഉണ്ടാവും. അവരെയൊക്കെ കണ്ട് അവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അല്ലെ അവരൊക്കെ എന്തെങ്കിലും ഭഗവതിയോട് ഒരു വർഷത്തിൽ ഈ കാണുന്ന ഈ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭഗവതിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നേരെ ചപ്പാരത്തിൻ്റെ ഭാഗത്തിൽ ചപ്പാരത്തിൻ്റെ അമ്പലത്തിലേക്ക് എത്തുക. അതിന് മുന്നിൽ സംസാരമൊന്നുമില്ല. ഭഗവതി അവിടെ നിന്നൊരു കുളിർമ കൊടുക്കുക. ഇങ്ങനെ തിരുവായത്തൊന്നും ഒരു കുളിർമ കൊടുക്കാന്ന് പറയും, ആജ്ഞ കൊടുക്കുക. അപ്പം നേരെ പൂതനാപ്പുഴ അവിടെ എത്തുമ്പോൾ യോഗീശ്വരന്മാരുണ്ടാവും, യോഗികൾ. അപ്പോൾ അവരെ അത് വിളിച്ച് പറഞ്ഞ് അടുത്ത ചടങ്ങ് ചെയ്ത് അവിടുന്ന് ആന ഈ ഇവിടത്തേക്ക് വരേണ്ടത് ആനയുണ്ട്, 2 ആന. ആ 2 ആനക്ക് നമ്മൾ ഭഗവതി നേരത്തെ അതിന് ഒരാളെ പഴം വെക്കും. പഴം ഉണ്ടാകും, വെള്ളരിക്കയില്ല, അതൊക്കെ അതിന് കൊടുത്ത് ആ ആനേനോടും ഈ ആനേൻ്റെ പാപ്പാൻ ഉണ്ടാവുന്നു അവരോട് എല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെ ഭഗവതിൻ്റെ ഒരു അരുൾപ്പാടുണ്ട്. അതെന്താണ് ആ സമയത്തിൻ്റെ ആ കാര്യം അത് പറഞ്ഞ് നേരെ ഗോപുരത്തിലേക്ക് പോയി. കരിമ്പന ഗോപുരത്തിൻ്റെ കരിങ്കൽ പാലത്തിൻ്റെ ഒരു കടന്നു. അത് ഇരട്ട വരമ്പ് എന്നാണ് പറയുക. 2 വരമ്പാണ്. എൻ്റെ ചെറുതിൽ ഇപ്പോൾ നിങ്ങൾ പോയി കാണുന്നത് ഇപ്പോൾ ഒറ്റ വരമ്പായിരുന്നു, റോഡ് പോലെ. പണ്ട് 2 വരമ്പാണ്. ഒരു വരമ്പത്തൂടെ പോക്കലും ഒരു വരമ്പത്തൂടെ വരുത്തുക. അപ്പോൾ ഇരട്ട വരമ്പല്ല, അത് നമ്മൾ പട്ടോലെല്ലാം പറയുന്നതാണ്. അത് ഭഗവതിൻ്റെ തെയ്യം കിട്ടിയാലും പറയുന്നതാണ് ഇരട്ട വരമ്പാല കൈയെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇന്നിപ്പോൾ കാലഹരണപ്പെട്ടു പോയി. അപ്പോൾ അവിടുന്ന് സമുദായിനോടെ വിളിച്ചു പറഞ്ഞത് ഈ കഴകത്തിൻ്റെ ഒരു നാഥനാണ് സമുദായത്തോട് ഭഗവതി വിളിച്ചു പറയണം. വിളിച്ച് പറഞ്ഞ് അപ്പം മേപ്പാട്ട് മള ഉണ്ടാവും, അയാളുടെ താക്കോൽ കൊടുത്തു. ഭഗവതിൻ്റെ ഒരു പ്രതിപക്ഷമാണ്. അപ്പോൾ താക്കോൽ ഭഗവതി എടുത്ത് വീണ്ടും
സമുദായോട് പറയണം ഈ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ഥാനികന്മാരെ വിളിച്ചു വയ്ക്കും. ഭഗവതി വിളിച്ച് പറഞ്ഞ് താക്കോലിൽ തരും, ആവശ്യത്തിൻ്റെ എടുക്കുക. അതിൻ്റെ എന്താണോ കണക്കപ്പള്ളിയാന്ന് അതിൻ്റെ കണക്കും കാര്യങ്ങളും എടുക്കുക. അതിൻ്റെ വിധി പോലെ എന്തെല്ലാണോ കണക്ക്, എത്ര ഓരോ ഉത്സവത്തിന് ഇവിടത്തേക്ക് വേണ്ട എന്തെല്ലാണോ അത് കണക്കപ്പള്ളി ചിട്ടപ്പെടുത്തില്ല. അത് വേണ്ടതെടുക്കും. അത് അനുവാദം കൊടുത്ത് നേരെ കരിമ്പനക്കിലേക്ക് പോകും. കരിമ്പനക്കൽ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ് അവിടുത്തെ ഊരാളുണ്ടാവും. കരിമ്പനക്കൽ ചാത്തത്തെ ഊരാൾ. ആ ഊരാളിനെ ഭഗവതി കണ്ട് ഇതേപോലെ തന്നെ കൊട കൊടുത്ത് പറഞ്ഞ് വിട്ടേക്കണം. ഈ കലശയുടെ കഴിക്കുന്നുണ്ടെങ്കിലും ഈ കലശത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഭഗവതിൻ്റെ മുമ്പസ്ഥാനമൊക്കെ ഈ കരിമ്പനക്കെന്നാണ് പറയാം. അത് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഊരാളിന് അരിചിരിയണം. അരിചിരിഞ്ഞ് ഇത് വാങ്ങി കൊട കൊടുത്ത് ആജ്ഞ പറഞ്ഞാൽ വിട്ടേക്കും. കുറ അടുത്തേക്ക് പോകും. എന്നിട്ട് ലാസ്റ്റ് അപ്പത്തേക്ക് ഈ തേടം പാരർ പിന്നെ തേടാൻ പോകും ചപ്പാരത്തിലേക്ക്. അതിന് മുന്നേ ചപ്പാരത്തിലെ വാള് തിരിച്ച് ഇതെല്ലാം ഒരേ വഴിയാണ്. ഈ ഭഗവതിൻ്റെ സ്ഥാനത്തൂടെ വരുന്നതിന് മുന്നേ ഇത് കഴിയണം ഭഗവതി സമയത്ത് കഴിയണം. അപ്പത്തേക്ക് അത് വേഗം തന്നെ ഒരാളിനെ വിട്ട് അവരെ കൂടെ വരുന്നവരുണ്ട്, അവരോടും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു ഭഗവതിൻ്റെ ചടങ്ങ് കഴിഞ്ഞു. പിന്നെ നമ്മളെല്ലാം രാത്രി ഇങ്ങോട്ടേക്ക് വരും. നമ്മളെ കയ്യാലയിൽ വന്ന് ഇവിടെ നിൽക്കും. ബാക്കിയുള്ള ചടങ്ങ് വെച്ചാൽ നമുക്കിപ്പോൾ കിഴക്കേ നടയിൽ 5 കയ്യാലയാണ്. ഈ കിഴക്ക് ഭാഗത്ത് ഇത് കിഴക്കേ നടയാണ്. ഒന്ന് ഒറ്റപ്പല, പിന്നെ പുറങ്കലയും പെരുവണ്ണാൻ, ആശാരി, ദൈവത്തിൻ്റെ കയ്യാലാണ്. ഇതിപ്പോൾ നമ്മളെ ഈ കയ്യാലിൽ ഇപ്പോൾ പെരുവണ്ണാനും പുറങ്കലയിലും ഉണ്ട്, ദൈവത്തിൻ്റെ കയ്യാലാന്നുണ്ട്. ഇതിനകത്തൊരു സ്ഥാനമുണ്ട്.